പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശിന്റെ വഴി. കുരിശിൽ മരിച്ചവനെ, വിജയം വരിച്ചവനെ, അങ്ങേ കുരിശിൻ വഴി ഞങ്ങളിതാ വരുന്നു. നിൻ ദിവ്യ രക്തത്താലെ പാപം കഴുകേണമേ, നിൻ ശിഷ്യരായി ജീവിപ്പാൻ ശക്തി നൽകേണമേ. കുരിശിൽ മരിച്ചവനെ, ആരംഭ പ്രാർത്ഥന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ ദൈവമേ, ഏറ്റവും നന്മസ്വരൂപനായിരിക്കുന്ന അങ്ങയെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നത് കൊണ്ട് അങ്ങേക്കെതിരായി ചെയ്തു പോയ സകല പാപങ്ങളെയും കുറിച്ച് ഞാൻ മനസ്താപിക്കുന്നു. മേലിൽ പാപം ചെയ്യുകയില്ലെന്നും പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും ഞാൻ ഉറപ്പായി പ്രതിജ്ഞ ചെയ്യുന്നു. കരുണാനിധിയായ കർത്താവേ, അങ്ങയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈ കുരിശിന്റെ വഴി നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ പ്രതി സഹിച്ച കഷ്ടപ്പാടുകളെ ഓർത്ത് ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും ജീവിതത്തിലെ സഹനങ്ങളെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭക്തി പ്രകടനം വഴി ലഭിക്കുന്ന ഫലങ്ങൾ പാപികളായ ഞങ്ങളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മോചനത്തിനുമായി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ക്രൂശിൻ വിധിയേറ്റു നീ നാഥ, ഞങ്ങൾക്കു വേണ്ടി ബലിയാകുന്നു. നിൻ വേദനയിലൻ പാപം കാണുന്നു. നിൻ സ്നേഹാഗ്നിയിൽ ഞാൻ അലിയുന്നു. നിൻ തിരുമുറിവിൽ എൻ മോചനം, നിൻ ജീവനിൽ എൻ രക്ഷയും. ഒന്നാം സ്ഥലം. ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. നിഷ്കളങ്കനായ ദൈവപുത്രൻ ലോകപാപങ്ങൾക്കായി മരണവിധി ഏറ്റുവാങ്ങുന്നു. പീലാത്തോസ് തന്റെ കൈകൾ കഴുകി പിന്മാറുമ്പോൾ എന്റെ പാപങ്ങളാണ് അങ്ങയെ മരണത്തിന് വിധിച്ചതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. വിധിക്ക് മുൻപിൽ മൗനം പാലിച്ചുകൊണ്ട് അവിടുന്ന് സ്നേഹത്തിന്റെ പുതിയൊരു പാഠം നമുക്ക് നൽകുന്നു. കാരുണ്യവാനായ കർത്താവേ, മറ്റുള്ളവരെ വിധിക്കാനും കുറ്റപ്പെടുത്താനും ഞങ്ങൾ കാട്ടുന്ന വ്യഗ്രതയെ ഓർത്ത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അന്യായമായി വിധിക്കപ്പെട്ടപ്പോഴും ശാന്തനായിരുന്ന അങ്ങയുടെ ആ മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിലെ സഹനങ്ങളെയും വേദനകളെയും പരാതികളില്ലാതെ സ്വീകരിക്കാനും എപ്പോഴും അങ്ങയുടെ ഇഷ്ടത്തിന് കീഴ്പ്പെട്ടിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. എൻ പാപഭാരം എന്റെ ദേവനെ കുമ്പിടുന്നു നിന്റെ മുൻപിൽ. എനിക്കു വേണ്ടി കുരിശിൻ ചുമട്ടിൽ ലോകത്തെ
ലോകത്തിൻ പാപം നീക്കിയിടുന്നിതാ. എന്റെ രക്ഷക സ്തോത്രം സ്തോത്രം, നിന്റെ അൻപിനാൽ എന്നെ കാത്തിടുമേ. രണ്ടാം സ്ഥലം, ഈശോമിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിച്ചു സ്തുതിക്കുന്നു. സമൂഹം, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. തന്റെ കുരിശ് ചുമന്നുകൊണ്ട് ഹീബ്രു ഭാഷയിൽ ഗൊൽഗോത്ത എന്നും തലയോട്ടിയിടമെന്നും വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് പോയി. എന്റെ ഈശോയെ, അവിടുന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ ചുമലിലേറ്റിക്കൊണ്ട് ആ ഭാരമേറിയ കുരിശ് സ്വീകരിച്ചു. സ്നേഹത്തോടെയും ക്ഷമയോടെയും അവിടുന്ന് ആ മരം ചുമലിലേറ്റി. പലപ്പോഴും എന്റെ ജീവിതത്തിലെ ചെറിയ വിഷമങ്ങളെ പോലും പരാതി കൂടാതെ സ്വീകരിക്കാൻ എനിക്ക് കഴിയാറില്ല. എന്റെ പക്കൽ വരുന്ന ഓരോ കുരിശും അങ്ങയെ ഓർത്ത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. കരുണാനിധിയായ കർത്താവെ, എന്റെ ജീവിതത്തിലെ കുരിശുകളെ ഭാരമായി കാണാതെ അങ്ങയോടുള്ള സ്നേഹത്തിൽ വളരാനുള്ള അവസരങ്ങളായി കാണാൻ എന്നെ സഹായിക്കണമേ. എന്റെ ഉത്തരവാദിത്തങ്ങളും കഷ്ടപ്പാടുകളും പരാതി കൂടാതെ നിറവേറ്റാനും അങ്ങയുടെ കുരിശിന്റെ വഴിയിൽ അനുയായിയായി നീങ്ങാനും എനിക്ക് കൃപ നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഭാരത്താൽ തളർന്നങ്ങ് വീണു, പാപത്തിൻ നിഴലുകൾ മൂടി, എങ്കിലും സ്നേഹത്തിൻ ശക്തിയാൽ വീണ്ടും അങ്ങ് എഴുന്നേറ്റു. ഞങ്ങൾക്കായി താങ്ങിയ വേദന, ഓരോ അടിയിലും നിൻ സ്നേഹം, ഈ സ്നേഹബലി ഓർമ്മിച്ചെന്നും അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. മൂന്നാം സ്ഥലം, ഈശോമിശിഹ ഒന്നാം പ്രാവശ്യം നിലത്ത് വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. നമ്മുടെ പാപഭാരം താങ്ങാനാവാതെ ലോകനാഥൻ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ മുഖമടിച്ചു വീഴുന്നു. ശരീരത്തിന്റെ തളർച്ചയേക്കാൾ നമ്മുടെ അവിശ്വസ്തതയാണ് അവിടുത്തെ തളർത്തുന്നത്. വീണിടത്തു നിന്നും സർവശക്തിയുമെടുത്ത് അവിടുന്ന് എഴുന്നേൽക്കുന്നു. അത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ പാപവഴികളിൽ നാം വീണു പോകുമ്പോൾ നിരാശപ്പെടാതെ എഴുന്നേൽക്കാൻ വേണ്ടിയുള്ള കൃപയാണത്. കാരുണ്യവാനായ ഈശോയെ, എന്റെ പാപങ്ങളുടെ ഭാരത്താലാണ് അങ്ങ് ഈ മണ്ണിൽ വീണതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പലപ്പോഴും പ്രലോഭനങ്ങളിൽ വീണു പോകുമ്പോൾ എഴുന്നേൽക്കാൻ കഴിയാതെ ഞാൻ തളർന്നു നിൽക്കാറുണ്ട്. പാപത്തിന്റെ ചളിക്കുണ്ടിൽ ഞാൻ വീഴുമ്പോഴെല്ലാം അങ്ങയുടെ ഈ വീഴ്ചയെ ഓർക്കാൻ എന്നെ സഹായിക്കണമേ. വീഴ്ചകളിൽ തളർന്നു പോകാതെ അങ്ങയുടെ ബലത്തിൽ എഴുന്നേറ്റ് സ്വർഗീയ യാത്ര തുടരാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ദുഃഖത്തിൻ കൽവരിയിൽ അമ്മ മകനെ കണ്ട നേരം അമ്മ തൻ ഹൃദയം തകർന്നു. എൻ
4-ാം സ്ഥലം, ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. തന്റെ പ്രിയപുത്രൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് കുരിശും ചുമന്നുകൊണ്ട് മരണത്തിലേക്ക് നീങ്ങുന്നത് വഴിയിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ കാണുന്നു. ആ അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോയി. എങ്കിലും ദൈവഹിതത്തിന് കീഴടങ്ങി അവൾ ആ വേദന സഹിച്ചു. നന്മ നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പീഡാനുഭവ യാത്രയിൽ അങ്ങേ മാതാവിനെ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ ആ വലിയ സങ്കടത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും തളരാതെ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണല്ലോ നിന്റെ പുത്രൻ ഇത്രയധികം വേദനിക്കുന്നത്. പ്രലോഭനങ്ങളിലും വീഴ്ചകളിലും ഞങ്ങൾ അകപ്പെടുമ്പോൾ വഴിയിൽ ഈശോയെ കണ്ടുമുട്ടിയതുപോലെ ഞങ്ങളെയും അരികിൽ ചേർക്കണമേ. ദൈവഹിതം എപ്പോഴും സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കുരിശിൻ ഭാരം ചുമന്നിടുമ്പോൾ സൈമിനി തുണയായി വന്നല്ലോ. എന്റെ ഭാരവും അവിടുത്തെ സ്വന്തം, അവിടുത്തെ സ്വന്തം. ഈ തിരുഭാരം എൻ പുണ്യമാണേ, ഈ തിരുഭാരം എൻ പുണ്യമാണേ. അങ്ങേ സ്നേഹത്തിൽ ഞാൻ ലയിച്ചിടാനായി, ലയിച്ചിടാനായി, ലയിച്ചിടാനായി. 5-ാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിച്ചു സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. ഈശോയുടെ ശരീരം അങ്ങേയറ്റം തളർന്നു കഴിഞ്ഞു. കുരിശിന്റെ ഭാരം താങ്ങാൻ അവിടുത്തേക്കാവുന്നില്ല. അപ്പോഴാണ് വഴിപോക്കനായ ശിമയോനെ പട്ടാളക്കാർ നിർബന്ധിച്ച് ഈശോയെ സഹായിക്കാൻ കൂട്ടുന്നത്. ആദ്യം വിമുഖത കാണിച്ചെങ്കിലും ഈശോയെ സഹായിക്കാൻ ലഭിച്ച ആ അവസരം ശിമയോന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരമാണോ ഇത്? എന്റെ ഈശോയെ, മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും കഷ്ടപ്പാടുകളിലും അവരെ സഹായിക്കാൻ എനിക്ക് മനസ്സ് നൽകണമേ. എനിക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെച്ചും അവരുടെ ഭാരം പങ്കുവെക്കാൻ ശിമയോനെ പോലെ എന്നെയും പഠിപ്പിക്കണമേ. വേദനിക്കുന്നവരിലും ദരിദ്രരിലും അങ്ങയെ കാണാനും അവർക്ക് കൈത്താങ്ങാവാനും എനിക്ക് കൃപ നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കരുണയോടെ വീരോണിക നിൻമുഖം തുടച്ചു നാഥാ. തിരുമുഖമാ തുണിയിൽ പതിഞ്ഞു എൻ മനസ്സിലും പതിയണമേ. ഹാ കരുണയും സ്നേഹമേ, ഹാനുഗ്രഹത്തിൻ രൂപമേ. നിൻ സ്നേഹമെൻ
എന്നിൽ നൽകണമേ, എന്നിൽ നൽകണമേ മിശിഹാ. ആറാം സ്ഥലം വെറോണിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ടു ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. രക്തത്തിലും വിയർപ്പിലും പൊടിപടലങ്ങളിലും അലിഞ്ഞു ചേർന്ന ഈശോയുടെ തിരുമുഖം ദർശിച്ച വെറോണിക്ക എന്ന പുണ്യവതി ജനക്കൂട്ടത്തെയും പട്ടാളക്കാരെയും ഭയപ്പെടാതെയും അവൾ തന്റെ തൂവാല കൊണ്ട് അവിടുത്തെ മുഖം തുടച്ചു. ആ സ്നേഹപ്രവൃത്തിക്ക് പ്രതിഫലമായി തന്റെ തിരുമുഖത്തിന്റെ മുദ്ര ആ തൂവാലയിൽ ഈശോ പതിപ്പിച്ചു നൽകി. കഷ്ടപ്പെടുന്നവരിൽ മിശിഹായുടെ മുഖം ദർശിക്കാൻ ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ പീഡാനുഭവങ്ങളിൽ ആശ്വാസമേകാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന വെറോണിക്കയെ പോലെയാകാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. വേദനിക്കുന്നവരിലും ദരിദ്രരിലും ഒറ്റപ്പെട്ടവരിലും അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനും അവർക്ക് സ്നേഹത്തിന്റെയും കരുതലിന്റെയും കരങ്ങൾ നീട്ടുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളാൽ വിരൂപമായ ഞങ്ങളുടെ ആത്മാവിനെ അങ്ങയുടെ സ്നേഹത്താൽ കഴുകി വെടിപ്പാക്കണമേ. അങ്ങയുടെ തിരുമുഖത്തിന്റെ മുദ്ര ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കുരിശിൻ ഭാരത്താൽ വീണ്ടും തളർന്നു ഭൂമിയിൽ എന്നാഥൻ വീഴുന്നു. അമ്മതൻ കണ്ണുകൾ നീരാൽ നിറഞ്ഞു അവിടുത്തെ നോക്കി കരയുന്നു. എങ്കിലും ലോകത്തിൻ പാപങ്ങൾക്കായി എല്ലാം സഹിച്ചിടുന്നു. ഏഴാം സ്ഥലം യേശു രണ്ടാം പ്രാവശ്യം നിലത്ത് വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിച്ചു സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. ഒന്നാം വീഴ്ചയ്ക്ക് ശേഷം വീണ്ടും എഴുന്നേറ്റ് നടന്ന യേശു ശാരീരികമായ അമിത തളർച്ചയാൽ രണ്ടാമതും മണ്ണിലേക്ക് വീഴുന്നു. വഴിയിലെ കല്ലും മുള്ളും അവനെ വേദനിപ്പിക്കുന്നു. ജനക്കൂട്ടത്തിന്റെ പരിഹാസവും പടയാളികളുടെ ക്രൂരതയും വർദ്ധിക്കുന്നു. എങ്കിലും നമ്മുടെ പാപഭാരത്താൽ തളർന്ന യേശു ലോകരക്ഷയ്ക്കായി വീണ്ടും എഴുന്നേൽക്കുന്നു. പ്രാർത്ഥന. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളുടെ ആവർത്തിച്ചുള്ള പാപങ്ങളും ബലഹീനതകളും നിമിത്തമാണ് അങ്ങ് വീണ്ടും നിലത്ത് വീണത്. ജീവിതത്തിൽ പരാജയപ്പെടുമ്പോഴും പാപത്തിന്റെ കുഴിയിൽ വീഴുമ്പോഴും നിരാശരാകാതെ അങ്ങയെപ്പോലെ വീണ്ടും എഴുന്നേൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ അങ്ങയുടെ കൃപയാൽ മുന്നോട്ടു പോകാൻ എനിക്ക് ശക്തി നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. യെരൂശലേം നാരിഗണമേ, കേഴാതെൻ മുഖം നോക്കൂ. എൻ ദുഃഖഭാരം നിന്തൻ ദുഃഖമായി തീരേണ്ട. നിങ്ങളെ ഓർത്തും മക്കൾ തൻ ഭാവിയോർത്തും കണ്ണുനീർ വാർക്കുവീനതാണു
സത്യം. ഓ യേശുവേ, നിൻ സ്നേഹമാണെൻ ആശ്വാസം, നിൻ വേദനയാണെൻ മോചനം, നിൻ ത്യാഗമാണെൻ ജീവനും. എട്ടാം സ്ഥലം. ഈശോ മിശിഹ ജെറുസലേം പുത്രിമാരെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിച്ചു സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. തന്റെ ദുരിതത്തിൽ കരഞ്ഞു വിളിച്ചിരുന്ന ജെറുസലേം പുത്രിമാരെ നോക്കി ഈശോ പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. കാരുണ്യവാനായ കർത്താവേ, എന്റെ പാപങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും അവരെ ആശ്വസിപ്പിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ എന്റെ ആത്മാവിന്റെ അവസ്ഥയെപ്പറ്റി ഞാൻ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു. എന്റെ ഹൃദയത്തിലെ കടുപ്പത്തെ മാറ്റി നിന്റെ സ്നേഹത്തിന് വിരുദ്ധമായി ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളെയും ഓർത്ത് വിലപിക്കുവാനും വിശുദ്ധിയോടെ ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. അങ്ങയുടെ സഹനങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറാൻ അങ്ങ് എന്നെ ശക്തിപ്പെടുത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഈശോ അങ്ങ് വീണ്ടും തളരുന്നു, ഭാരത്താൽ ഭൂമിയിൽ അങ്ങ് വീഴുന്നു. എൻ പാപഭാരമാണോ കാരണം? എന്നെ ശക്തനാക്കണേ എൻ രക്ഷക. കുരിശുമായി മുന്നോട്ടു പോകുവാൻ, അങ്ങേ പീഡകളോർത്ത് ജീവിക്കാൻ. ഒമ്പതാം സ്ഥലം. ഈശോ മൂന്നാം പ്രാവശ്യം നിലത്ത് വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിച്ചു സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. കാൽവരിയുടെ മുകളിലെത്താൻ ഇനി ഏതാനും അടികൾ മാത്രം ബാക്കി നിൽക്കെ അത്യന്തം തളർന്ന ഈശോ മൂന്നാം പ്രാവശ്യം നിലത്ത് വീഴുന്നു. ശരീരത്തിൽ ഒരു തുള്ളി രക്തമോ ശ്വാസമോ ബാക്കിയില്ലെങ്കിലും സ്നേഹത്തിന്റെ പൂർത്തീകരണത്തിനായി അവൻ വീണ്ടും എഴുന്നേൽക്കുന്നു. നമ്മുടെ പാപങ്ങളിൽ വീണ്ടും വീണ്ടും വീഴുമ്പോഴും നിരാശപ്പെടാതെ ദൈവകരുണയിലേക്ക് തിരികെ വരാൻ ഈ വീഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്റെ ഈശോയെ, മടുപ്പും നിരാശയും എന്നെ കീഴ്പ്പെടുത്തുമ്പോഴും പാപത്തിന്റെ ചെളിയിൽ ഞാൻ വീണ്ടും വീഴുമ്പോഴും എഴുന്നേൽക്കാനുള്ള ശക്തി എനിക്ക് നൽകണമേ. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ പിന്തിരിയാതെ യാത്ര തുടരാൻ അങ്ങയുടെ മൂന്നാം വീഴ്ച എനിക്ക് ധൈര്യമേകട്ടെ. ലോകത്തിന്റെ മോഹങ്ങളിൽ വീണു പോകാതെ നിത്യ സൗഭാഗ്യമാകുന്ന കാൽവരിയിലേക്ക് നടന്നു കയറാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. വസ്ത്രങ്ങൾ ഉരിയുമ്പോൾ നാഥ, എന്റെ അഹന്ത നീക്കണേ ദേവ.
11 സ്ഥലം. ഈശോ മിശിഹ തന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. അവർ അവന്റെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ചു. തുന്നലില്ലാതെ മേൽ മുതൽ അടിവരെ നെയ്യപ്പെട്ടതായിരുന്നു അവന്റെ അങ്കി. അത് കീറണ്ട എന്ന് അവർ തീരുമാനിച്ചു. ലോകരക്ഷകനായ ഈശോയെ, അങ്ങ് എല്ലാറ്റിന്റെയും നാഥനായിരുന്നിട്ടും ക്രൂരരായ പടയാളികൾ അങ്ങയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അങ്ങയെ അപമാനിച്ചു. അങ്ങയുടെ തിരുമുറിവുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ വലിച്ചു നീക്കിയപ്പോൾ ഉണ്ടായ വേദന എത്ര ഭീകരമായിരുന്നു. എന്റെ പാപങ്ങളാണല്ലോ അങ്ങയെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. കാരുണ്യവാനായ കർത്താവേ, ലൗകികമായ മോഹങ്ങളോടും അനാവശ്യമായ ആഡംബരങ്ങളോടുമുള്ള എന്റെ ആസക്തി ഉപേക്ഷിക്കാൻ എന്നെ സഹായിക്കണമേ. ലജ്ജയില്ലാത്ത പ്രവൃത്തികളിൽ നിന്നും ചിന്തകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ആത്മീയ ചൈതന്യത്തിന്റെ വസ്ത്രം ധരിച്ച് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കാരങ്ങളിൽ ആണിത്തരച്ചപ്പോൾ എന്നാത്മാവിൽ നോവു നിറഞ്ഞു. മൗനമായൻ പാപം ചുമന്നു എന്റെ രക്ഷകാ, നിൻ ത്യാഗമേത്രയോ ഞങ്ങൾക്കു ശക്തി നൽകേണമേ. അവനോടു മണ്ണിക്കണം പിതാവേ, നിന്റെ ത്യാഗത്തിൽ എൻ സ്നേഹിത ഞങ്ങൾക്കു മോക്ഷം നൽകേണമേ. 11 സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. കാൽവരി കുന്നിൻ മുകളിലെത്തിയപ്പോൾ പടയാളികൾ ഈശോയെ കുരിശിൽ കിടത്തി കൈകാലുകളിൽ ആണി തറച്ചു. ഓരോ ആണിയടിക്കുമ്പോഴും ആ വേദന ലോകത്തിന്റെ പാപങ്ങൾക്കായി അവൻ സഹിച്ചു. സ്നേഹത്തിന്റെ പൂർണ്ണതയ്ക്കായി അവൻ തന്നെ ബലിയായി നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ തിരുക്കൈകാലുകളിൽ ആണി തറച്ചപ്പോൾ അനുഭവിച്ച ആ വേദനയെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. എന്റെ തെറ്റായ പ്രവൃത്തികൾ വഴിയും പാപവഴികളിലൂടെയുള്ള യാത്രകൾ വഴിയും പലപ്പോഴും ഞാൻ അങ്ങയെ വീണ്ടും കുരിശിൽ തറച്ചിട്ടുണ്ട്. കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ. എന്റെ ദുർവിചാരങ്ങളെയും ലോകമോഹങ്ങളെയും അങ്ങയുടെ കുരിശിനോട് ചേർത്ത് തറയ്ക്കാൻ എന്നെ സഹായിക്കണമേ. ലോകത്തിന്റെ മുൻപിൽ ലജ്ജിക്കാതെ അങ്ങയുടെ സ്നേഹത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ എനിക്ക് കൃപ നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കുരിശിൽ തൻ ജീവൻ വെടിഞ്ഞു നാഥൻ, ലോകത്തിൻ പാപങ്ങൾ പേറി ഈശോ. സ്വർഗവും ഭൂമിയും നിശ്ചലമായി, മനുഷ്യനായി നീ ബലിയായി മാറി. നിൻ തിരുമരണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, നിത്യമാം ജീവൻ
സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഭൂമി മുഴുവൻ ഇരുട്ടു പടർന്നു. ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറി. ലോകത്തിന്റെ പാപങ്ങൾക്കായി ദൈവപുത്രൻ കുരിശിൽ മരണം വരിച്ചു. ആ സ്നേഹത്തിനു മുൻപിൽ നമുക്ക് മൗനമായി നിൽക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ മരണം വഴി ഞങ്ങൾക്ക് നിത്യജീവൻ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിന്റെ പ്രകാശമായ അങ്ങ് കുരിശിൽ മരിച്ചപ്പോൾ ഉണ്ടായ ആ ഇരുട്ടിനെ മാറ്റി ഞങ്ങളുടെ പാപക്കറകളെ കഴുകിക്കളയണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങയുടെ കുരിശിനെ ഓർത്തുകൊണ്ട് ലോകത്തിന്റെ പാപങ്ങളിൽ നിന്നും അകന്ന് വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മരണസമയത്ത് അങ്ങേക്കൊപ്പം ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മരണസമയത്തും പ്രത്യാശയോടെ അങ്ങയുടെ പുത്രനെ നോക്കി നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കുരിശിൽ നിന്നിറക്കിയ ഈശോയെ, അമ്മ മാതാവിൻ കരങ്ങളിൽ ചേർത്തല്ലോ. നിർജീവമാം തിരുരൂപം കണ്ടപ്പോൾ മാതാവിൻ ദുഃഖമണ പൊട്ടിയൊഴുകി. എൻ മകനെ, എന്നോമനെ ഈശോയെ, മറിയമേ, നിൻ ദുഃഖത്തിൽ ഞങ്ങളും ചേരുന്നു. 13 സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ നിന്നും ഇറക്കപ്പെടും. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. കുരിശിലെ ബലി പൂർത്തിയായി. സ്നേഹനിധിയായ മകൻ മരിച്ചു കഴിഞ്ഞു. തന്റെ മകന്റെ മൃതദേഹം മടിയിൽ കിടത്തിക്കൊണ്ട് ആ അമ്മ നിൽക്കുന്നു. ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ അന്ന് ഉണ്ണീശോയെ സ്വീകരിച്ച അതേ കരങ്ങൾ ഇന്ന് രക്തത്തിൽ കുളിച്ച അവന്റെ ശരീരം ഏറ്റുവാങ്ങുന്നു. സഹനത്തിന്റെ വാൾ ആ അമ്മയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയി. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങയുടെ മകന്റെ നിർജീവമായ ശരീരം അങ്ങ് ഏറ്റുവാങ്ങിയപ്പോൾ അനുഭവിച്ച ആ വേദനയെ ഞങ്ങൾ ഭക്തിപൂർവം സ്മരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണല്ലോ അവിടുന്ന് ഇപ്രകാരം മുറിവേറ്റത്. അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളിലും പ്രിയപ്പെട്ടവരുടെ വേർപാടുകളിലും തളരാതെ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മരണസമയത്ത് ഞങ്ങളെയും അങ്ങയുടെ മടിയിൽ അണയ്ക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കല്ലറയിൽ ഈശോ നാഥനെ അടക്കി, ലോകത്തിൻ പാപങ്ങൾ ചുമന്നവൻ മടങ്ങി. അമ്മതൻ കണ്ണുനീർ തോരാതെ ഒഴുകി, ശിഷ്യഗണമെല്ലാം ദുഃഖത്തിൽ മുങ്ങി.
സ്ഥലം. ഈശോമിശിഹ കല്ലറയിൽ അടയ്ക്കപ്പെടുന്നു. ഓ എന്റെ ഈശോയെ, അങ്ങ് ഞങ്ങളെ പ്രതി മരിക്കുകയും കല്ലറയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തുവല്ലോ. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മരണത്തിന് ജീവിതത്തിന്മേൽ വിജയമില്ലെന്ന് ഈ കല്ലറ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിതയ്ക്കപ്പെട്ട വിത്ത് പുതിയ ജീവനായി മുളപൊട്ടുന്നത് പോലെ അങ്ങയുടെ മരണം ലോകത്തിന് പ്രത്യാശ നൽകി. എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും നിരാശയുടെ നിമിഷങ്ങളിലും ഒരു പുതിയ ഉത്ഥാനം കാത്തിരിപ്പുണ്ടെന്ന സത്യം തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്റെ ഹൃദയത്തെ അങ്ങേക്ക് വസിക്കാനുള്ള പുണ്യമായ ഒരു കല്ലറയാക്കി മാറ്റണമേ. ജീവിതയാത്രയുടെ അവസാനം അങ്ങയുടെ നിത്യമഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് കൃപ നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ മുഖപ്രസാദം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സമാപന പ്രാർത്ഥന. എന്റെ കർത്താവായ ഈശോയെ, അങ്ങയുടെ പീഡാനുഭവങ്ങളെയും മരണത്തെയും ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഈ കുരിശിന്റെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കുരിശ് ഞങ്ങളുടെ രക്ഷയുടെ അടയാളമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും പതറാതെ അങ്ങയെപ്പോലെ കുരിശ് ചുമക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ക്ഷമയും വിനയവും സ്നേഹവും ഞങ്ങളുടെ ജീവിതത്തിലും പകർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഉത്ഥാനത്തിന്റെ പ്രകാശത്തിലേക്ക് ഞങ്ങളെയും നയിക്കണമേ. ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അർപ്പിക്കപ്പെട്ട അങ്ങയുടെ തിരുരക്തം ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കട്ടെ. മരണത്തിന് മുകളിൽ വിജയം വരിച്ച കർത്താവെ, ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അങ്ങയോടുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയും അനുഗ്രഹം എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനസ്താപ പ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നന്മ സ്വരൂപനും സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പശ്ചാത്തപിക്കുന്നു. പാപങ്ങൾ വഴി ഞാൻ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുവാനും നരകശിക്ഷയ്ക്ക് അർഹനാകുവാനും ഇടയായതിനാൽ ഞാൻ ഖേദിക്കുന്നു. എങ്കിലും എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ടും എന്റെ പാപങ്ങൾ അങ്ങയെ സങ്കടപ്പെടുത്തിയതുകൊണ്ടും ഞാൻ ഏറ്റവും അധികം മനസ്തപിക്കുന്നു. അങ്ങയുടെ സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. ആമേൻ. കുരിശിന്റെ വഴിയിൽ നടന്നു നാഥാനുഗ്രഹം നൽകണമേ. ദൈവിക അനുഗ്രഹം എല്ലാരിലും നിറയട്ടെ. ശാന്തിയും സമാധാനവും സദാ